ലോകത്ത് തന്നെ യൂട്യൂബിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സായ ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ് ഈ വീഡിയോ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ, എങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾ വരുന്നത് എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട സംശയം. നിങ്ങൾ ഏത് ലാംഗ്വേജിൽ നോക്കിയാലും ഇത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഈ ഒരു ഡൗട്ടുണ്ട്. നിങ്ങൾ എപ്പോഴൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് എപ്പോഴൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, ഡെയിലി ചെയ്യണോ അല്ല എത്ര ദിവസങ്ങൾ വിട്ടിട്ടാണ് ചെയ്യേണ്ടത്, അതുപോലെ എക്സ്പേർട്ടായ ആളുകൾ എന്ത് പറയുന്നു, യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് പറയുന്നു, ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനു മുമ്പേ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. സ്റ്റോറി ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്യാം, സ്കിപ്പ് അടിച്ചിട്ട് ബാക്കി കാണാം. ഒരു ഗ്രാമത്തിൽ 2 ആളുകളുണ്ടായിരുന്നു. 2 മരം വെട്ടുകാരായിരുന്നു, മരം മുറിക്കുന്ന ആളുകൾ. ഈ മരം മുറിക്കുന്ന ആളുകളിൽ 2 പേരും വ്യത്യസ്തരായ ഒരു പാറ്റേൺ ചെയ്യുന്നവരാണ്. ഒരാൾ ദിവസവും കാട്ടിൽ പോവുകയും മരം മുറിക്കുകയും ചെയ്ത് നിരന്തരമായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളായിരുന്നു. അവരെ നാട്ടുകാരടക്കം നല്ല പേരായിരുന്നു, കഠിനാധ്വാനിയായ ഒരാളാണ്. മറ്റേ ആൾ അങ്ങനെയല്ല, ഒരു ദിവസം പോവും, ചിലപ്പോൾ ഒരു ദിവസം പോവില്ല. സ്വാഭാവികമായിട്ടും നാട്ടുകാർ അവനെ മടിയൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മടിയനായ ആളും കഠിനാധ്വാനിയായ ആളും തമ്മിൽ ഒരു നാട്ടിൽ മരം മുറിക്കുന്ന ആളും തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറയാം. അങ്ങനെ ഈ 2 പേരും അവരുടെ ജോലി തുടർന്നു പോയ സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ, അതായത് കുറേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കഠിനാധ്വാനിയായ മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ ആരോഗ്യത്തിന് കാര്യമായ പ്രശ്നങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. കാരണം എല്ലാ ദിവസവും റെസ്റ്റില്ലല്ലോ, എല്ലാ ദിവസവും തുടർച്ചയായിട്ടുള്ള പണിയാണ്. മാത്രമല്ല ഇയാൾ ഉപയോഗിച്ചിരുന്ന വാളുകൊണ്ട് കൂടുതൽ മരം മുറിക്കാൻ പറ്റുന്നുമില്ല, ഇയാൾക്ക് അതിനുള്ള ശക്തി എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ പോകെ മൂപ്പരുടെ മരം മുറി തന്നെ അങ്ങ് അവസാനിച്ചു. അപ്പോഴും ഈ മടിയനായ ആൾ മരം മുറിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ തുടർച്ചയായിട്ട് മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് സാധിച്ചത്? കാരണം മറ്റേ ആൾ ഇത്രയും കാലം മുറിച്ചപ്പോഴേക്കും മൂപ്പര് സൈഡായി, അപ്പോൾ നിനക്കെങ്ങനെ ഇത് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒരു ദിവസം മരം മുറിക്കാൻ പോവുകയും മറ്റൊരു ദിവസം റെസ്റ്റുള്ള ദിവസം ഞാൻ ചെയ്യുന്നത് എൻ്റെ വാളിന് മൂർച്ച കൂട്ടുകയും കൃത്യമായ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്ത് എൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് അടുത്ത ദിവസം വീണ്ടും തുടർന്നുള്ള വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ എന്നെ മടിയെന്ന് വിളിച്ചപ്പോഴും ഞാൻ ചെയ്തത് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടാണ് മൂപ്പര് സക്സസ് ആയത്. ഇനിയിപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഈ അപ്ലോഡിങ് കേസിൽ എന്താണ് ഇതിൻ്റെ മോറൽ എന്നുള്ളത് ഏകദേശം കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തുള്ള ഒരുപാട് ആളുകളുടെ സംശയം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, സമയമല്ല എല്ലാ ദിവസവും ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. എന്നോട് മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾ ചോദിക്കുന്ന കാര്യം എന്താ പറയുക, ഒരു ദിവസം 3 വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതിയോ, ഒരു ദിവസം 4 ഷോർട്ട് അപ്ലോഡ് ചെയ്താൽ പ്രശ്നമുണ്ട്. ഞാനിത് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകും. കാരണം എന്താ പറയുക, ഒരു വീഡിയോ ചെയ്തെടുക്കാൻ പെടുന്ന പെടാപ്പാട് എനിക്കൊക്കെ നന്നായിട്ട് അറിയാം. കാരണം നമ്മളിത് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എത്ര പണിയെടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവർ വന്നിട്ട് ചോദിക്കുന്നത് ഒരു ദിവസം 2 ഇട്ടാൽ പ്രശ്നമുണ്ടോ എന്ന്. ഞാൻ പറയും, ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇട്ടോ, ഒരു കുഴപ്പമില്ല, പക്ഷേ അത്രയ്ക്കേ വേണോ, ഓരോന്ന് ഇട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കും. ചിലവരല്ല, നമുക്ക് പെട്ടെന്ന് ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കയറി വൈറലാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഷോർട്സൊക്കെ ഇടുന്നത്. ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. ഞാൻ കുറേ ചാനലുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, അവരുടെ ഒരു അപ്ലോഡിങ് പാറ്റേൺസ് നോക്കിയ സമയത്ത് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ ഈ പറയുന്ന ഒരുപാട് എക്സ്പേർട്ടായ ആളുകൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം, എന്നിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ കൂടി പറഞ്ഞുതരാം. ഈ എക്സ്പേർട്ടായ ആളുകൾ പറയുന്നത്, നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഒരാഴ്ചയിൽ 3 വീഡിയോ ചെയ്യാം, 2 വീഡിയോ ചെയ്യാം എന്ന് പല അഭിപ്രായങ്ങളിലും അവർ പറയുന്നുണ്ട്. ഒരു വീഡിയോ ചെയ്താൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറയുന്ന പല ആളുകളുടെയും ഓഡിയൻസ് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം കേരളത്തിലെ ഓഡിയൻസ് തന്നെ ആയിരിക്കണം എന്നില്ല എല്ലാവരുടെയും. കാരണം കൂടുതൽ ഇതുമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത് ഇംഗ്ലീഷ് ചാനലുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓഡിയൻസ് നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നാട്ടിലിണങ്ങിയ രീതിയിൽ നമ്മളെ ഓഡിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇനി അതിൽ യൂട്യൂബ് എന്ത് പറയുന്നു? യൂട്യൂബ് പറയുന്നത്, നിങ്ങൾ മാസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലും മതി, അത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് യൂട്യൂബ് പറയുന്നത്. ശരിയാണ്. ഇപ്പോൾ കരിക്ക് പോലുള്ള സീരീസുകൾ ചിലപ്പോൾ 2-3 മാസത്തിനിടക്കാണ് ഒരു വീഡിയോ ഇടുന്നത്, എന്നിട്ട് അവർക്ക് ലക്ഷങ്ങൾ വ്യൂസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും കൺഫ്യൂഷനായി, ഇതെപ്പോഴാണ് ഇടേണ്ടത്. ഇനി എൻ്റെ പരീക്ഷണം നടത്തിയിട്ടുള്ള റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പരീക്ഷണം നടത്തിയിട്ട് കിട്ടിയ എനിക്ക് റിസൾട്ട് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ചാനൽ തുടങ്ങി, അതൊക്കെ ഒരു കാലം തുടങ്ങിയിട്ട് നമ്മൾ തീരുമാനിച്ചത് ആഴ്ചയിൽ 2 വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 2 വീഡിയോ ഇട്ട് പോയ സമയത്ത് എനിക്ക് മനസ്സിലായി, 2 വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ ചാനലൊന്ന് ബൂസ്റ്റായി കിട്ടിയെങ്കിലും ആ ചാനൽ പോകെ മെല്ലെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വ്യൂസ് കുറഞ്ഞു വരാൻ തുടങ്ങി, ഇംപ്രഷൻസ് കുറയാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, തുടക്കക്കാരായ ചാനലുകൾ ഒരു കാരണവശാലും ആഴ്ചയിൽ 2 വീഡിയോ മാത്രം ഇടണ്ട. ഇനി ഇൻ കേസ് വേറെ വഴിയില്ലെങ്കിൽ 2 വീഡിയോ ഇടാം, അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഏറ്റവും നല്ലത് നല്ല ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം ഗ്യാപ്പിൽ, ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടു, 2 ഡേയ്സ് ഗ്യാപ്പിൽ അടുത്ത വീഡിയോ ഇടാം. പക്ഷേ ഇപ്പോൾ എക്സ്പേർട്ടായ പലരും പറഞ്ഞത് 3 ദിവസം ഗ്യാപ്പാണ്. കാരണം ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്ലോഡായി അൽഗോരിതം അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ടൈം ചിലപ്പോൾ 24 മണിക്കൂറൊക്കെ എടുക്കും. നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊരു വീഡിയോ ഇട്ട് ഒറ്റ വ്യൂസ് വരില്ല, നിങ്ങൾ ഫുൾ ഡിപ്രഷൻ അടിച്ച് കിടന്നുറങ്ങും. രാവിലെ നോക്കുമ്പോൾ ഉണ്ടാവും 500 1000 ആയിട്ട്. കാരണം അത് ആ ടൈം എടുക്കും. അപ്പോൾ അതൊരു ദിവസം എടുത്തില്ലേ, അപ്പോൾ ആ ഒരു ദിവസം എടുത്ത് അത് റൺ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക എന്നത് കൊണ്ടാണ് നമ്മൾ 2 ഡേയ്സ് ഗ്യാപ്പ് പറയുന്നത്. പിന്നെ അതിന് പിന്നിലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 3 ദിവസം എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ എടുക്കേണ്ട എന്ന് ഞാൻ പറയാനുള്ള കാരണവും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, വീഡിയോ ക്ലിക്ക് ആവണമെങ്കിൽ 70% അതിന് സക്സസ് തരുന്നത് തമ്പനെയിൽസാണ്. ഒരു സംശയം വേണം, നിങ്ങൾക്ക് തമ്പനെയിൽസ് കിടലായി കഴിഞ്ഞാൽ വീഡിയോ കയറിപ്പോവും. അപ്പോൾ 70% തമ്പനെയിൽസും ബാക്കിയുള്ള 20% വീഡിയോ കാര്യങ്ങളും മറ്റു റിസർച്ചൊക്കെ ചെയ്ത് ബാക്കി 10% ടാഗും കാര്യങ്ങളും കൊടുത്താൽ മതി. അപ്പോൾ ഈ 70% കൊണ്ട് തമ്പനെയിൽസ് ഇട്ടാൽ തന്നെ നിങ്ങളുടെ ചാനൽ കയറിപ്പോവും. ഇനി ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് കൊടുക്കുക. അതിൽ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ആർക്കെങ്കിലും തമ്മിലൊരു കോഴ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ചേരുക. കാരണം ആ ഒറ്റ കുറവ് കൊണ്ട് നിങ്ങളുടെ ചാനൽ ഡൗൺ ആവരുത്. കുറേ മാസങ്ങളായിട്ട് ഒരു റീച്ചും ഇല്ലാത്ത ആളുകൾ പോലും ജസ്റ്റ് ഒരു തമ്പനയിൽ മാറ്റിയപ്പോൾ കയറി അങ്ങ് പോയി. അപ്പോൾ നിങ്ങൾ വിജയത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. ഇനി ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ 3 ദിവസം എന്നുള്ള പാറ്റേൺ നമ്മൾ എടുക്കേണ്ട, 2 ദിവസമുള്ള പാറ്റേൺ എടുത്താൽ മതി. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം നിങ്ങൾ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ ആദ്യത്തെ 3 ദിവസം പോട്ടെ, 3 മാസം പോട്ടെ, ഞാനൊരു 1 മന്ത് ഞാൻ പറയാം. 1 മന്തിലാണെങ്കിൽ പോലും നിങ്ങൾ കൂടുതൽ ക്വാളിറ്റി, ഭയങ്കര ക്വാളിറ്റി, ഇപ്പോൾ ക്യാമറ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ, ഭയങ്കര ടോപ്പിക്കാണെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊക്കെ വിടുക. മൈക്ക് ക്വാളിറ്റി കാര്യങ്ങൾ വേണം, അത്യാവശ്യം ക്യാമറ ക്വാളിറ്റിയും നല്ല നിഷ്ഠയാണെങ്കിൽ വേണം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യത്തെ ഒരു 10 വീഡിയോ ഒക്കെ നിങ്ങൾ പിന്നെ എങ്ങനെയെങ്കിലും ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഇത് റീച്ചായിട്ട് വരേണ്ട ഒരു പീരീഡ് ഉണ്ട്, നിങ്ങൾ അതുവരെ ക്ഷമിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇടുന്ന 5 6 വീഡിയോ ഒന്നും വലിയ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കൂടി വന്നാൽ 10 20 30 50 മാക്സിമം 100 വരുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഇത് റീച്ചായിട്ട് തുടങ്ങുക. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇടുന്ന വീഡിയോസിനൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ക്വാളിറ്റി വേണമെന്നൊന്നും വാശിയൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാം തന്നെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റിയിൽ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം ഇടവിട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എങ്ങനെ ഇട്ട് നിരന്തരം കറക്റ്റ് ടൈമിന് ഇട്ട് വന്നാൽ ആ വീഡിയോ റീച്ച് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവും, നിങ്ങളുടെ ഏറ്റവും ടോപ്പ് വീഡിയോ ഏതാണ്, ഏറ്റവും നല്ല വീഡിയോ ഏതാണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കണം. കാരണം ഇതിങ്ങനെ റീച്ചായിട്ട് വരുമ്പോഴാണ് മറ്റേ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടത്. അത്രയും സമയം നിങ്ങൾക്ക് കിട്ടും, ആ സമയം ഉപയോഗിച്ച് നിങ്ങളിടുക. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഒരു മാസം വേണമെങ്കിൽ 2 ഡേയ്സ് ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് വീഡിയോ ഇടാം. അത്രയും വീഡിയോസ് കയ്യിൽ വേണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ 3 ഡേയ്സിലേക്കാക്കി മാറ്റുക. 3 ഡേയ്സിലേക്കാക്കി മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇപ്പോഴും ഞാൻ പറയുന്നു, ബുദ്ധിമുട്ടുള്ളവരോടാണ് ഞാൻ 3 ദിവസം പറഞ്ഞത്. ഇല്ലാത്തവർ 2 ദിവസം ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് 2 ദിവസം ഗ്യാപ്പിൽ വീഡിയോ ഇടുന്നതാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ എന്നെ കാണുന്നുണ്ട്, കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ ആളുകൾക്ക് എൻ്റെ തമ്പനയിൽ കണ്ടാലും അല്ല എന്നെ കണ്ടാലും ആളുകൾ കയറി നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ഗ്യാപ്പ് എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, മിനിഞ്ഞാന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു, അതിപ്പോൾ 9000 വ്യൂസ് ഇന്നത്തേക്ക് വന്നു. അപ്പോൾ 9000 വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. 1 2 ദിവസം ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ വീഡിയോ ഹൈ ലെവലിൽ കയറിപ്പോവോ അല്ല താഴ്ന്നാണ് വരികയാണോ എന്നുള്ളത്. അപ്പം നല്ല ലെവലിൽ കയറിപ്പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈം കൊടുത്ത ശേഷം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ചില സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട്, നല്ലപോലെ കയറിപ്പോകുന്ന വീഡിയോൻ്റെ ഇടയ്ക്കൊണ്ട് പോയിട്ട് നമ്മളൊന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുതിയ വീഡിയോ കയറിപ്പോകും, മറ്റേത് അവിടെ സ്റ്റക്കാവും. പക്ഷെ അത് എന്താ പറയുക, ഈ യൂട്യൂബിൽ എവിടെ എഴുതപ്പെട്ട നിയമമൊന്നുമല്ല കേട്ടോ. ഇത് മാറ്റങ്ങൾ സംഭവിക്കാം, പക്ഷെ കാണാറുണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ, കുറച്ച് ആദ്യത്തെ ഒരു മാസത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, അത് നിങ്ങൾ അങ്ങനെ തന്നെ ഇടുക. ഒരു 3 മാസത്തോളം ഇതുപോലെ 2 ഡേയ്സ് ഗ്യാപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം, നിങ്ങൾക്ക് എപ്പോഴാണ് ഇടേണ്ടതെന്നുള്ളത്. ആ സമയത്ത് നിങ്ങളുടെ ബെറ്റർ ക്യാമറ ക്വാളിറ്റി,
നിഷ് അടിപൊളിയായിരിക്കണം, വീഡിയോ ക്വാളിറ്റി അടിപൊളിയായിരിക്കണം. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വീഡിയോ ഏത് സമയത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മറ്റൊരു വീഡിയോ കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ 2-3 ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. അത് നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും കാണണം. പക്ഷേ തമ്പനയിലൊന്നും ചിലപ്പോൾ അത്ര അട്രാക്റ്റീവ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. നിങ്ങളുടെ സക്സസ്സിന് ഭയങ്കരമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റാവുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ കാണുക. ആ വീഡിയോ കണ്ടിട്ട് അതിലുള്ള പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാക്കി കൂടി കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയാണ്. ഏത് സമയത്താണ്, അല്ലെ ഏതൊക്കെ ദിവസങ്ങളിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് ഉള്ളതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ, ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 2 ദിവസത്തെ ഗ്യാപ്പിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി നിർബന്ധമുള്ളവർക്ക്, ഷോർട്സ് ഇടണം നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 2 ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. 4 ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഒരു 2 ഷോർട്സൊക്കെ നിങ്ങൾക്ക് ഇടാം. കൂടുതലിടരുത്. കൂടുതലിട്ടാൽ നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രശ്നം വരും. ഇനി ഷോർട്സ് മാത്രമാണ് ചെയ്യുന്നവരെങ്കിൽ പണി കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ഇടുന്ന രീതി വേണമെങ്കിൽ നോക്കാം. പക്ഷേ അതും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് സ്ട്രെസ് ആവാതെ, കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടൻറ്റ് പ്ലാൻ ചെയ്ത് നല്ല ക്വാളിറ്റിയോടെ അവതരിപ്പിച്ച് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അടിപൊളി വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ട് ഒരു 2 ദിവസം ഗ്യാപ്പ് എടുത്ത് അടുത്തിട്ടാൽ മതി. തിരക്ക് പിടിക്കണ്ട, എന്തായാലും കയറി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. നിങ്ങളെ എക്സ്പീരിയൻസസ് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. എന്തൊക്കെയാണ് നിങ്ങളെ വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത്, അതായത് കുറേ ദിവസം ഗ്യാപ്പിൽ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഡൗൺ ആയോ, കയറിപ്പോയോ, അതുപോലെ ഡെയിലി ഇട്ടിട്ട് എന്തൊക്കെ ഗുണമുണ്ടായി എന്നുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. കാരണം ഇതൊക്കെ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്കൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. നിങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഓരോ യൂസേഴ്സിന് ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ് അറിയാനൊക്കെ കമൻറ്റാണ് മെയിനായിട്ടുള്ള സോഴ്സ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ് ചെയ്യാൻ ആരും മറക്കണ്ട. കുറേ ആൾക്കാർ കണ്ടിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് സബ് ചെയ്ത് വെച്ചേക്ക്. അടുത്ത വീഡിയോവും ക്വാളിറ്റിയുള്ള വീഡിയോ തന്നെ ആയിരിക്കും. അത്യാവശ്യം നല്ല ടോപ്പിക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.